വർണ്ണസങ്കരം ഉണ്ടാവരുതെന്ന് തന്നെയാണെന്നത്തെ ആചാര്യന്മാർ നിശ്ചയിച്ചിരുന്നത്. അതിൽ അവർ നിഷ്കർഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ അങ്ങനെ സംഭവിക്കും. അതുകൊണ്ടാണ് ബ്രാഹ്മണന് ശൂദ്രസ്ത്രീയിലുണ്ടായ മക്കൾക്ക് പ്രത്യേകം പേരുണ്ട്, ബ്രാഹ്മണന് ക്ഷത്രിയ സ്ത്രീയിലുണ്ടായ മക്കൾക്ക് പ്രത്യേകം പേരുണ്ട്, ബ്രാഹ്മണന് വൈശ്യസ്ത്രീയിലുണ്ടായ മക്കൾക്ക് പ്രത്യേകം പേരുണ്ട്. ടെക്നിക്കൽ ടേമായിട്ട് പേരിട്ടിട്ടുണ്ട് അവർക്ക്. നേരെ മറിച്ചും ശൂദ്രന് ബ്രാഹ്മണ സ്ത്രീയിലുണ്ടായ, അങ്ങനെയും നടന്നിരുന്നു ഒന്ന്. അല്ല, നമ്മൾ ഇന്നിരുന്ന് ധരിക്കുന്ന പോലെയൊന്നുമല്ല. ശൂദ്രന് ബ്രാഹ്മണ സ്ത്രീയിൽ മക്കളുണ്ടായാൽ അതിന് പ്രത്യേകം പേര്. അതുപോലെ ശൂദ്രന് വൈശ്യ സ്ത്രീയിലുണ്ടായാലും ശൂദ്രന് തൊട്ട് മുകളിലുള്ള അവൻ്റെ വർണ്ണങ്ങളിലുള്ള സ്ത്രീകളിലുണ്ടാകുന്ന പുത്രന്മാർക്ക് പേരുണ്ട്. ഇങ്ങനെ അന്യോന്യം വർണ്ണസങ്കരം ഉണ്ടായി മക്കളെന്നുണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണല്ലോ അവർക്ക് പേരിട്ട് വച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്രാഹ്മണന് ശൂദ്ര സ്ത്രീയിലുണ്ടായ മകനാണ് വിതുരൻ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് പര്യായമായിട്ട് പാരശവൻ എന്ന് പറയും. അപ്പോൾ ബ്രാഹ്മണന് ശൂദ്രസ്ത്രീയിലുണ്ടാകുന്ന വൃഷലിയിലുണ്ടാകുന്ന മക്കൾക്ക് അവരുടെ പൊതുനാമം പാരശവന്മാർ എന്നാണ്. അതുകൊണ്ട് വിതുരരുടെ ഭാര്യയ്ക്ക് പാരശവി എന്നാണ് അതിനകത്ത് പരാമർശിക്കുക. അത് അവരുടെ പേരല്ല, അത് അവരുടെ പേരാണെന്ന് ധരിച്ച ആളുകളുണ്ട്. ഐരാവതി, കാർവേ തുടങ്ങിയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ ഇത് വിതുരരുടെ ഭാര്യയുടെ പേരാണ് എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നതല്ല. മിസ്റ്റർ നായർ എന്ന് വിളിക്കുന്നവരേ ഉള്ളൂ, നായർ എന്നുള്ളത് പേരല്ല. മിസ്റ്റർ പിള്ള എന്ന് വിളിക്കുന്നവരേ ഉള്ളൂ, പിള്ള എന്നുള്ളത് പേരല്ല. മിസ്റ്റർ നമ്പൂതിരി എന്ന് വിളിക്കുന്നവരേ ഉള്ളൂ, നമ്പൂതിരി എന്ന് പറഞ്ഞാൽ അയാളുടെ പേരല്ല, ജാതിപ്പേരാണ് അല്ലെങ്കിൽ വിശേഷ പേരാണ്. നമ്പൂതിരി ആയാലും പട്ടതിരി ആയാലും ചന്ദനത്തിരി ആയാലും സാമ്പ്രാണിത്തിരി ആയാലും അതൊക്കെ വിശേഷ പേരുകളാണ്. അപ്പോൾ അതുകൊണ്ട് വിതുരര് ബ്രാഹ്മണന് ശൂദ്ര സ്ത്രീയിലുണ്ടായ പുത്രനായതുകൊണ്ട് അദ്ദേഹത്തെ ഇടയ്ക്ക് പാരശവൻ എന്ന് പറയും. ശൂദ്രൻ എന്നർത്ഥത്തിൽ ക്ഷത്താവ് എന്നും പറയും. അപ്പോൾ വർണ്ണസങ്കരം ഉണ്ടാവരുതെന്ന് തന്നെയായിരുന്നു നിഷ്കർഷ. പക്ഷേ നിയമങ്ങൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരിക്കലും ഒരു സമൂഹത്തിലും ലോകത്തിലൊരിടത്തും ഒരു മനുഷ്യ സമൂഹത്തിലും ഒരു രാജ്യത്തിലും അത് പാലിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ മൂർഖൻ കടിച്ച വിഷം ഇറക്കുന്നതിന് കഷായവും കുഴമ്പും പച്ചക്കുഴമ്പ്, പച്ച മരുന്നുകൾ കൊണ്ടുള്ള കുഴമ്പുണ്ടതിന്. ഈ പുൺവായിൽ തേക്കാനുള്ളതാണ്. വ്രണം, പാമ്പ് കടിച്ച വ്രണത്തിൽ, മൂർഖൻ കടിച്ച വ്രണത്തിൽ ഈ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചികിത്സ ചെയ്യുന്നയാൾ വെയിൽ കൊള്ളാൻ പാടില്ല, പകൽ ഉറങ്ങാൻ പാടില്ല, കാറ്റ് കൊള്ളാൻ പാടില്ല, നടക്കാൻ പാടില്ല, എരിവ്, പുളി തുടങ്ങിയിട്ടുള്ള രസങ്ങളൊന്നും അയാൾ അനുഭവിക്കാൻ പാടില്ല. ഇത് വൈദ്യൻ പറഞ്ഞു കൊടുക്കും. വിഷഹാരിയായ വൈദ്യൻ ഇത് പറഞ്ഞു കൊടുക്കും. അവൻ പോയി പുളി കഴിച്ചാലോ, അവൻ പോയി മുറി കഴിച്ചാലോ, അതിന് ആ വൈദ്യശാസ്ത്ര വ്യവസ്ഥയ്ക്ക് ഉത്തരവാദിത്വമില്ല. അതൊരു പ്രത്യേക വ്യക്തി അതനുസരിക്കാതെ തെറ്റിക്കുന്നതാണ്. ചികിത്സ പിടിക്കാതെ വരും. പുളിയോ എരിവോ മധുരമോ ഉപ്പോ ഒന്നും കഴിക്കാൻ പറ്റില്ല. വെറുതെ കഞ്ഞി മാത്രം കഴിക്കാം, ഉപ്പിടാത്ത കഞ്ഞി, ഈ വിഷം ഇറങ്ങുന്നത് വരെ. അയാളത് പാലിച്ചില്ലെങ്കിലോ? അയാളത് പാലിക്കാത്തത്, ആ പഥ്യം ആചരിക്കാത്തതിന് ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ഒരു കുറ്റവുമില്ലാത്തതുപോലെ വർണ്ണസങ്കരം ഉണ്ടാവരുത് എന്ന വ്യവസ്ഥയുടെ കുറ്റം കൊണ്ടല്ല അന്ന് അത് ലംഘിച്ചിരുന്ന ആളുകൾ. അതിൽ താല്പര്യമില്ലാത്തവരോ അല്ലെങ്കിൽ സവിശേഷമായ താല്പര്യമുള്ളവരോ അത് ലംഘിച്ചിരുന്നു.